ഇതെന്നാട്ടോ മയിലാട്ടോ പത്രിക പുലിയാട്ടോ പത്രിക ഇതെന്നാട്ടോ ഇത് മാർഗം കളി. ഒരു മാർഗമില്ലാണ്ടാവുമ്പോ ഒരു കളി കളിക്കൂലേ മാർഗം കളി. എങ്ങനെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ സെലിബ്രേഷൻ? അടിപൊളിയായിരുന്നില്ലേ? പൊളിയായിരുന്നു. എല്ലാരും കൂടെ ചേർന്ന് ഭയങ്കര സക്സസ് ആക്കി. ഫസ്റ്റ് ടൈം ആണോ ഞാൻ ഇതുവരെ എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. എന്റെ എന്ന് പറയാനായിട്ടൊരു സെലിബ്രേഷൻ ഇതായിരുന്നു. അതെന്തായാലും എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ബിഗ് ബോസിൽ അതിന്റെ കുറച്ച് ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടെ ചേർന്ന് അടിപൊളിയാക്കി. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ബിഗ് ബോസ് താരങ്ങളെല്ലാം ഒരുമിച്ച് വീണ്ടും ഒന്ന് ഒത്തുകൂടിയിരിക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ RJ ബിൻസിയുടെ ബർത്ത്ഡേ ഭയങ്കര ഗ്രാൻഡായിട്ട് അങ്ങോട്ട് ആഘോഷിച്ചു. വളരെ അടുത്ത ഫ്രണ്ട്സിനെ മാത്രം, അതായത് ബിഗ് ബോസിലുണ്ടായിരുന്ന ഫ്രണ്ട്സിനെ മാത്രം വിളിച്ചുകൊണ്ട് ഒരു ഫംഗ്ഷൻ. അതായത് സംഭവം ഒന്നുമല്ല, ആള് ഇപ്പോൾ ബിഗ് ബോസിലൊക്കെ പോയി ഒന്ന് വൈറലായി നിൽക്കുന്ന സമയമാണല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു ഫംഗ്ഷൻ നടത്തി ബിഗ് ബോസ് താരങ്ങളെയൊക്കെ വിളിക്കുക, ഒന്ന് പട്ടിഷോ കാണിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു എന്നുള്ളത് ഇതിലെ ചില കോപ്രായങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്തായാലും നല്ല കാര്യമാണ്. നമ്മുടെ ബർത്ത്ഡേ ഒക്കെ ഇനാഗ്രേറ്റ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഈ മീഡിയക്കാരെ അവിടെ വിളിച്ച് വരുത്തിയത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒന്ന് റീച്ച് വേണം, നാലാളൊന്ന് അറിയണം. ഇങ്ങനെ ബർത്ത്ഡേ, ബിൻസിയുടെ ബർത്ത്ഡേ നടത്തി ബിഗ് ബോസ് താരങ്ങളൊക്കെ എത്തി, അതിന്റെ പേരിൽ കുറച്ച് പട്ടിഷോ കാണിക്കണം. അതായത് ആൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒന്ന് വൈറലാകാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ഒരാളാണ്. ഒന്ന് റീച്ച് വേണം, അതിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന പരിപാടിയൊക്കെ. അപ്പൊ അതിന് പറ്റിയ ഒരു അവസരം സ്വന്തം ബർത്ത്ഡേ അങ്ങ് ആഘോഷിക്കാന്ന് വെച്ചു. എന്തായാലും നമുക്ക് തൊട്ടക്കം മുതൽ ബർത്ത്ഡേ വീഡിയോ മുതൽ കാണാം കേട്ടോ. ഇപ്പൊ കണ്ടല്ലോ ബർത്ത്ഡേയുടെ ആ ഒരു വീഡിയോ ഒക്കെ കണ്ടല്ലോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആളുടെ ഉദ്ദേശം എന്താണെന്നുള്ളത്. ആള് നേരത്തെയും പറഞ്ഞല്ലോ, ബിഗ് ബോസിൽ പോയതുകൊണ്ട് തന്നെ നാലാൾ അറിയപ്പെട്ടു. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഈ ബിഗ് ബോസിൽ ഈ താരങ്ങൾ വന്നപ്പോഴാട്ടോ അറിയുന്നത് ഇങ്ങനെ ഉള്ള ആൾക്കാരുണ്ടെന്നുള്ളത്. അതിനുശേഷം ഇപ്പൊ അറിയാം കേട്ടോ. അപ്പോൾ പുള്ളിക്കാരിക്ക് ഒന്ന് റീച്ചൊക്കെ വേണം, അതിന് വേണ്ടിയിട്ട് ഉള്ള ഓരോ കാട്ടിക്കൂട്ടിലായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. എന്തായാലും നമുക്ക് അടുത്ത ഇനി ബർത്ത്ഡേ ഫംഗ്ഷനിലെ വീഡിയോസ് ഒക്കെ കാണണ്ടേ? എല്ലാവരും എത്തുന്നുണ്ട്. അതായത് ബിഗ് ബോസിലെ താരങ്ങൾ, നെവിൻ, കട്ടപ്പ, ശൈത്യ, അങ്ങനെ കുറെ ആൾക്കാർ എത്തുന്നുണ്ട്. എന്തായാലും നമുക്ക് Okay, I don't know. No problem. തമ്മിൽ പിണങ്ങി പോകല്ലേ, കാണാതെ മായല്ലേ ബിൻസി, നമ്മൾക്കു നാം തന്നെയല്ലേ, കൂടെ പിറന്നവളല്ലേ, ഹൃദയം മുറിയും അഴലിൻ. I love you so much. Thank you so much. കാര്യം ഞാൻ കുറേ ഡൗൺ ആയിട്ടിരുന്ന സമയത്തൊക്കെ ബിൻസി എന്നെ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അവൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, നല്ല ലെവലിലെത്തണം, ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളിലുള്ള ഒരാളാണ്. സോ നിന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ, നീ ലൈഫിൽ സക്സസ് ആവുന്നത് എനിക്ക് കാണണം. സോ എന്താ പറയുക, എല്ലാവർക്കും ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും അവൾ സക്സസ് ആവണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറേ സൈബർ അറ്റാക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫാമിലി, ചാച്ചനും അമ്മയാണെങ്കിലും പിന്നെ മരിയ കൊച്ച്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ രണ്ടുപേരും ഫാമിലി സത്യം പറഞ്ഞാൽ ഒരേ ഫാമിലി പോലെ തന്നെയാണ്. സോ താങ്ക് യു സോ മച്ച് ചാച്ച, അമ്മച്ചി ആൻഡ് മരിയ, എന്നെ മനസ്സിലാക്കിയതിനും എല്ലാത്തിനും. സോ താങ്ക് യു വിൻസി ആൻഡ് ഹാപ്പി ബർത്ത്ഡേ.
ആദ്യമായിട്ടാണ് ലൈഫിൽ ഇത്ര ക്യൂട്ട് ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഇത്ര സ്നേഹത്തോടു കൂടിയുള്ള ഒരു വിഷ് കിട്ടുന്നത്. താങ്ക് യു ശൈത്യ. ഇവള് കരയും. ആഹാ, ആരാ ഇത് നമ്മുടെ കട്ടപ്പ ശൈത്യല്ലേ? അയ്യോ, ഇവരുടെയൊക്കെ സ്വഭാവം പിന്നെ നമ്മള് ബിഗ് ബോസിൽ വന്നപ്പോ നന്നായിട്ട് മനസ്സിലാക്കിയതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കട്ടപ്പ ശൈത്യയൊക്കെ നല്ല രീതിയിൽ അങ്ങ് ഫേമസ് ആയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ സൈബർ ബുള്ളിങ് ഒക്കെ നേരിട്ട ഒരു വ്യക്തിയാണ് കട്ടപ്പ ശൈത്യ. അതിന് കാരണം പുള്ളിക്കാരുടെ കയ്യിലിരിപ്പ് തന്നെയാണ്. അപ്പൊ എന്തായാലും ഈ മീഡിയക്കാരൊക്കെ വരുമ്പോ ഒന്ന് പട്ടി ഷോ കാണിക്കാൻ കിട്ടുന്ന അവസരം ശൈത്യയും ഒരല്പം പോലും എന്താ പറയാ കളയില്ല. ഈ RJ ബിൻസിയെ പോലെ തന്നെയാണ്. എവിടെ എന്ത് ഷോ കാണിക്കാൻ കിട്ടുന്ന ഒരു അവസരവും പാഴാക്കത്തില്ല. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ബിഗ് ബോസ് താരങ്ങളായിട്ടുള്ള അഭിശ്രീ അവരുടെ വളകാപ്പിന് എത്തിയപ്പോഴും നല്ല രീതിയിൽ പട്ടി ഷോ കാണിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഈ ശൈത്യ ആയിക്കോട്ടെ, RJ ബിൻസി ആയിക്കോട്ടെ, എല്ലാവരും നല്ല രീതിയിൽ അങ്ങോട്ട് മെഴുകിയിട്ടുണ്ടായിരുന്നു. കാരണം ബിഗ് ബോസിൽ വെച്ച് അത്രത്തോളം ആൾക്കാർ എടുത്ത് വെച്ച് അലക്കിയ 2 താരങ്ങളാണല്ലോ നമ്മുടെ RJ ബിൻസി, കട്ടപ്പ ശൈത്യ, അതുപോലെ കുത്തിത്തിരിപ്പ് ബിന്നി. ഇവരെ ഒന്നും ആരും മറന്നിട്ടില്ലല്ലോ അല്ലേ? അയ്യോ, മറക്കരുത് കേട്ടോ. കാരണം ഇതുപോലത്തെ അവതാരങ്ങളെ നമ്മൾ ഈ ബിഗ് ബോസിലാണ് കാണുന്നത്. ഞാൻ എന്നെ സിംഗിൾ ആണ്, അറിയാലോ. ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതെന്തായാലും ആള് സിംഗിൾ ആണ്, അറിയാലോ. നല്ലല്ലേ രണ്ടുപേരും ഒരുമിക്കാൻ പറ്റുള്ളൂ. ആള് സിംഗിൾ അല്ല, എനിക്കറിയാം.